2026 തുടക്കം ലോകത്തിന് തന്നെ വലിയൊരു ഷോക്ക് നൽകിക്കൊണ്ടാണ് കടന്നുപോയിരിക്കുന്നത്. ഒരു പുതുവർഷത്തെ ആവേശത്തോടെ സ്വീകരിക്കാൻ പോയവർ ഇത്രയും വലിയൊരു ദുരന്തത്തെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. സ്വിറ്റ്സർലാൻഡിലെ ആൽപ്സ് മൗണ്ടൻസിലെ മനോഹരമായ ഒരു ബാർ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ശ്മശാനമായി മാറിയെന്ന് വേണം പറയാൻ. കയ്യിലിരുന്ന ഷാംപെയിൻ കുപ്പിയിൽ നിന്ന് ചിതറിയ സ്പാർക്കിൾസ് 40-ലധികം ജീവനുകളാണ് കവർന്നെടുത്തത്. ന്യൂ ഇയർ പാർട്ടി എങ്ങനെ ഒരു പേടി സ്വപ്നമായി മാറി? ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച് സ്വിറ്റ്സർലാൻഡ് ബാർ ട്രാജഡിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒന്ന് പരിശോധിക്കാം. സ്വിറ്റ്സർലാൻഡിലെ പ്രശസ്തമായ ക്രാൻസ് മുണ്ടാന ലക്ഷറി റിസോർട്ടിലെ ലേ കോൺസ്റ്റലേഷൻ എന്ന ബാറിലായിരുന്നു സംഭവം. ജനുവരി 1-ാം തീയതി പുലർച്ചെ ഏകദേശം 1:30 ആയപ്പോൾ പാർട്ടി അതിന്റെ പീക്കിലായിരുന്നു. പെട്ടെന്നാണ് ബാറിനുള്ളിൽ തീ പടരുന്നത് കണ്ടത്. ആ സമയം അവിടെ ഏകദേശം 300ഓളം പേർ ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഒത്തുകൂടിയിരുന്നു. പെട്ടെന്നുണ്ടായ തീപിടുത്തവും പിന്നാലെയുണ്ടായ ഒരു ചെറിയ സ്ഫോടനവും അവിടെ ഉണ്ടായിരുന്നവരെ പരിഭ്രാന്തരാക്കി. നിമിഷങ്ങൾക്കുള്ളിൽ ആ ബാർ മുഴുവൻ കത്തുന്ന തീയിലേക്ക് അമർന്നു. ദൃക്സാക്ഷികൾ പറയുന്നത് കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാകും. ഒരു വെയിട്രസ് കയ്യിൽ ഷാംപെയിൻ കുപ്പിയുമായി വരുമ്പോൾ അതിൽ ഘടിപ്പിച്ച ഫൗണ്ടൻ സ്പാർക്ലേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടൻ കാൻഡിൽസ്, ഇത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുതരം ഇൻഡോർ പടക്കം, ഇത് ബാറിന്റെ മുകളിലെ തടിയിൽ തീർത്ത സീലിംഗിൽ തട്ടുകയായിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ആ സീലിംഗിൽ തീ പിടിക്കുകയും അത് വളരെ വേഗത്തിൽ ബാർ മുഴുവൻ പടരുകയും ചെയ്തു. ആളുകൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ബാറിലെ നാരോ ആയിട്ടുള്ള സ്റ്റെയർകേസ് വലിയൊരു തടസ്സമായി മാറുകയായിരുന്നു. ഇൻഡോർ പടക്കങ്ങൾ ഇത്ര വലിയൊരു ദുരന്തത്തിന് കാരണമായോ എന്നത് പോലീസ് ഇപ്പോൾ സീരിയസ് ആയിട്ട് പരിശോധിക്കുന്നുണ്ട്. ഈ ദുരന്തം അറിഞ്ഞ ഉടൻ തന്നെ സ്വിസ് അധികൃതർ വളരെ വേഗത്തിലാണ് പ്രതികരിച്ചത്. 150-ലധികം അഗ്നിശമന സേനാംഗങ്ങളും 10 ഹെലികോപ്റ്ററുകളും 40ഓളം ആംബുലൻസുകളും മിനിറ്റുകൾക്കുള്ളിൽ സംഭവസ്ഥലത്തെത്തി. ബാറിന് ചുറ്റും ഉടൻ തന്നെ ഒരു നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചു. സ്വിസ് പ്രസിഡന്റ് ഗായ് പാർമെലൻ ഈ സംഭവത്തെ സ്വിറ്റ്സർലാൻഡ് കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് എന്നാണ് വിശേഷിപ്പിച്ചത്. രാജ്യത്ത് 5 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ എയർ ആംബുലൻസ് വഴി ജനീവയിലെയും സൂറിച്ചിലെയും സ്പെഷ്യലൈസ്ഡ് ബേൺ സെന്ററുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം 47 പേർ മരിക്കുകയും 115-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പലരുടെയും അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. മരിച്ചവരിൽ ഭൂരിഭാഗവും 16-നും 26-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പലർക്കും ഐഡന്റിറ്റി കാർഡ് പോലും കൈവശമില്ലാത്തതിനാൽ ആളെ തിരിച്ചറിയാൻ അധികൃതർ ബുദ്ധിമുട്ടുകയാണ്. മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കത്തിപ്പോയതിനാൽ DNA ടെസ്റ്റിലൂടെ മാത്രമേ ആളുകളെ തിരിച്ചറിയാൻ കഴിയൂ എന്ന് പോലീസ് പറയുന്നു. ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡിൽ പൊതുവെ സുരക്ഷാ നിയമങ്ങൾ വളരെ കർശനമാണ്. അതിനാൽ തന്നെ ഇത്തരം ബാർ തീപിടുത്തങ്ങൾ അവിടെ തീർത്തും അപൂർവമാണ് എന്ന് വേണം പറയാൻ. എന്നാൽ ന്യൂ ഇയർ പോലുള്ള ആഘോഷങ്ങൾക്കായി പഴയ തടി കെട്ടിടങ്ങളിൽ അമിതമായി ആളുകളെ പ്രവേശിപ്പിച്ചതും ഇൻഡോർ പടക്കങ്ങൾ ഉപയോഗിച്ചതുമാണ് നിയമങ്ങളുടെ ലംഘനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ബാർ ഉടമകളായ ഫ്രഞ്ച് ദമ്പതികൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ലോകം മുഴുവൻ ഈ ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, സ്വിസ് പ്രസിഡന്റ് ഗായ് പാർമെലൻ ഇതിനെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് എന്നാണ് വിശേഷിപ്പിച്ചതും 5 ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ അയൽ രാജ്യങ്ങളായ ഫ്രാൻസും ഇറ്റലിയും ഒക്കെ ചികിത്സയ്ക്കായി തങ്ങളുടെ മികച്ച ഹോസ്പിറ്റൽസ് വിട്ടു നൽകിയിരിക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഘോഷങ്ങളുടെ ഇടയിൽ നമ്മുടെ ചുറ്റുമുള്ള സുരക്ഷ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ള വലിയ ചോദ്യമാണ് ഈ സംഭവം അവശേഷിപ്പിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണോ ഇത്തരം സ്പാർക്ലേഴ്സ് ഉപയോഗിച്ചത് എന്നതിൽ വലിയ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ആഘോഷങ്ങൾക്കിടയിൽ ചെറിയൊരു അശ്രദ്ധ മതി വലിയൊരു അപകടം ഉണ്ടാകാൻ എന്നതാണ് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇത്രയും സങ്കടകരമായ ഒരു വാർത്തയോടെ 2026 ആരംഭിക്കേണ്ടി വന്നത് വിധി തന്നെയാവും. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയിൽ നമുക്കും പങ്കുചേരാം. നിങ്ങളുടെ സുരക്ഷ എപ്പോഴും പ്രധാനമാണ്, പ്രത്യേകിച്ച് ഇത്തരം വലിയ ക്രൗഡുള്ള ഇടങ്ങളിൽ. ഈ ഒരു ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിന്റെ നിസ്സാരതയെക്കുറിച്ചാണ്. മാസങ്ങളോളം പ്ലാൻ ചെയ്ത ഒരു ആഘോഷം മിനിറ്റുകൾക്കുള്ളിൽ ഒരു വിലാപയാത്രയായി മാറിയതാണ്. സ്വിറ്റ്സർലാൻഡിലെ ആ മഞ്ഞുമലകളിൽ ഇപ്പോൾ ഉയരുന്നത് വലിയൊരു വേദനയുടെ ശബ്ദം മാത്രമാണ്. ഇനി ഒരു ന്യൂ ഇയറിലും ഇത്തരം ഒരു വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരരുത് എന്ന് പ്രാർത്ഥിക്കാം. ഇത്തരം ഇടങ്ങളിൽ പോകുമ്പോൾ എക്സിറ്റ് പോയിന്റുകളെക്കുറിച്ചും അതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും ഒരു നിമിഷം ആലോചിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.